സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകളും കമ്പനികളും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഞാനൊരു ഫാർമസിസ്റ്റാണ്, അപ്പോൾ എനിക്കതത്ര പോരെ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. 2 വർഷവും ആള് മെഡിസിൻ കഴിച്ചു. സാറില്ല മേഡം, എപ്പോഴാണോ ഈ മരുന്നെല്ലാം കഴിച്ചിട്ട് വ്യത്യാസം വരുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം പരീക്ഷിച്ചോളൂ. ഹോമിയോയിലും ആയുർവേദയിലും അലോപ്പതി എല്ലാം പരീക്ഷിച്ചിട്ട് മാറിയില്ല എങ്കിൽ മാത്രം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 2 വർഷം അങ്ങനെ ആ സമയത്ത് പോയി. അത് കഴിഞ്ഞ് മേഡം ഈ പറഞ്ഞ എല്ലാ മേഖലയിലും മെഡിസിൻ ഉപയോഗിച്ച് അവസാനം റിസൾട്ട് ഇല്ലാതെ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഞാൻ തീർച്ചയായിട്ടും കൊടുത്തു. എന്താ വെച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പൊ പലരും എന്നോട് ചോദിക്കുകയാണ്, ഇതിപ്പോ ബിന്ദു ഇത് കഴിച്ചിട്ട് എന്താ റിസൾട്ട് ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇവിടെ പല ആളുകളും റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷുഗർ മാറിയവർ പറയുന്നുണ്ട്, പ്രഷർ കുറഞ്ഞവർ, അങ്ങനെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി എല്ലാം കഴിച്ചിട്ട് റിസൾട്ട് ഉണ്ട്. പക്ഷെ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ സത്യം പറയാലോ. പക്ഷേ ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമായൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് റിസൾട്ട് ഇല്ല എങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള 1000കണക്കിന് ആളുകളിൽ അതിലൊരാളാണ് ഇദ്ദേഹം. ഇത്രയും ഒരാൾ പോലും എന്നോട് ഒരു നെഗറ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട്, ഞാൻ പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ, ഞാൻ ഒരാളുടെ ബെഗ് ചെയ്യാൻ പോയിട്ടില്ല, നിങ്ങൾ കഴിക്കണം പൈസ കുറച്ച് തരാം, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കഴിക്കുന്ന മെഡിസിനെ കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ലെങ്കിൽ ലാസ്റ്റ് ഒരു ചോയ്സ് നിങ്ങൾ ഉപയോഗിക്കണം. എന്താ വെച്ചാൽ ലാസ്റ്റത്തെ എന്ത് കാര്യത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കുന്ന ഏത് മെഡിസിനും കഴിച്ചോളൂ. പക്ഷെ നിങ്ങൾ കഴിച്ചിട്ട് റിസൾട്ട് ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ലാസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞവരെന്നാണ് എൻ്റെ ഏറെ കുറെ ആളുകൾ എന്നോടൊപ്പം വർക്ക് ചെയ്യാനും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഫീൽഡിൽ പോകുമ്പോ എല്ലാവരും വീട് സന്ദർശിക്കേണ്ടത്. ഇപ്പൊ ഞാൻ അതെല്ലാം കുറച്ചൊരു 1 ഇയറായി. ഇപ്പൊ എല്ലായിടത്തും ഞാനിപ്പോ കൊടകര, തൃശ്ശൂര്, അതുപോലെ അതിരപ്പള്ളി, ഇങ്ങനെ പോലെയുള്ള കുറച്ച് സ്ഥലത്ത് ഞാൻ ഒരു ദിവസം 7 ദിവസത്തിൽ ഒരു ദിവസം ഞാൻ മുടക്കായിരിക്കും. വെള്ളിയാഴ്ച ഞാൻ ലീവായിരിക്കും. ബാക്കിയുള്ള 6 ദിവസവും 6 സ്ഥലത്ത് മാത്രമേ ഞാൻ ഇരിക്കുന്നേ പോയിട്ട്. അപ്പൊ ഓരോ ആളുകൾക്ക് അവർക്ക് കാണാനുള്ള ആളുകളെ അവർ ചേർത്ത് സംസാരിക്കും. അപ്പൊ മുമ്പെന്ന് പറയുമ്പോൾ ഓരോരുത്തരും കൊണ്ട് പല സ്ഥലത്തേക്ക് നടക്കുന്ന ആ ഒരൊറ്റ കാര്യം ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു ഇതാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതെന്നെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും ഇതെല്ലാം ഞാനിപ്പോ അരുൺസാറിനെ വിളിക്കുമ്പോ എന്നെ കിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, അരുൺസാർ അരുൺസാറുടെ മത്സരത്തിലെ പോലെയാണ്, വിളിച്ച് കിട്ടാറില്ല. പക്ഷെ ഞാൻ എന്തും പലരുടെയും റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം നമ്മുടെ ഡോക്ടർ ഡേവിസ് അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്താൽ സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് അതിന് സാർ എവിടെയായിരുന്നാൽ പോലും എനിക്ക് അതിന് പെട്ടെന്ന് സഡൻലി മറുപടി തരും. അതിന് സാർ എന്താണോ ആ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാൻ പറയുന്നത് ഞാനത് അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള റിസൾട്ട് ആണെന്ന് കാണുന്നത് 10,000കണക്കിന് ആളുകളിലൂടെ ആ റിസൾട്ട് എടുക്കാൻ സാധിച്ചതിന്റെ ഒറ്റ നിമിത്തം നമ്മുടെ ഡോക്ടർ ഡേവിസ് അതിലാണ്. എപ്പോൾ വിളിച്ചാലും സാർ ഫോൺ എടുക്കും. സാറിന്റെ തിരക്കായിരുന്നത് ഞാൻ വോയിസ് അയച്ചു കൊടുക്കും. സഡൻലി സെക്കൻഡുകൾക്കുള്ളിൽ സാർ എനിക്ക് അത് മറുപടി തരും. ഇന്ന് പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കണം, അതാണ് അതിന്റെ കോംബോ പാക്ക്, ഇങ്ങനെ കൊടുത്താൽ മതി, അത് അവർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അതുപോലെ ഡയാലിസിന് കൊടുത്തതിന്റെ റിസൾട്ട്, ബ്രെയിൻ ട്യൂമറിന് പോലും മാറ്റം കൊടുത്ത ഒരാള്, അത് ശാന്തി കൊടകര ശാന്തി ഹോസ്പിറ്റലില് ബ്രെയിൻ ട്യൂമറായിട്ട് ഒരു 1 ഇയർ മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വീണ്ടും 2ാമതായിട്ട് തലച്ചോറിനകത്ത് 4 മുഴകളായിട്ട് വന്നു. അപ്പൊ ഞാൻ വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശാന്തിയിൽ പോയതായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ലാസ്റ്റ് കഴിയാൻ അവർക്ക് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും കൊടുക്കാനില്ല, അപ്പൊ നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ശ്രീചിത്രയിൽ ഓപ്പറേഷൻ പോയിട്ട് 4 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നു. എന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടാതെ വന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ അപ്പോൾ സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ നമുക്ക് എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുക, ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ആണ്, അപ്പൊ കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇനിയിപ്പോ നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്കതേ പേര് കേട്ടി വരും. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എന്താ സാറെ കൊടുക്കട്ടെ, നമുക്ക് എനിക്ക് ഒരു സ്കോപ്പിൽ പേടിയാവുന്നുണ്ട്, എന്താ വേണ്ടത്. അപ്പൊ സാറെ എനിക്ക് അയച്ചു തന്നു, ഈ ഒരു കോംബോ പാക്ക് നിങ്ങൾ അവർക്ക് കൊടുത്തേക്കും എന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ തലച്ചോറിനകത്തുള്ള 9 മുഴകൾ മാഞ്ഞു പോയി. പരിപൂർണ്ണ സാർ എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്ര കിഡ്നി പേഷ്യന്റ് കൊടുത്തിട്ടുണ്ട്, ഡയാലിസിസ് സാറിന് നല്ല നിശ്ചയമാണ്. സാറ് പറയുന്ന ആ കണക്കിലെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള 230ഓളം തന്നെ കിഡ്നി പേഷ്യന്റിന് സാറിന് അറിയാം എത്ര കണക്കെന്നുള്ളത് സാറിന് തന്നെ അറിയാം. സാറ് പറഞ്ഞോളൂ അതേ രീതിയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു കൊടയിൽ തന്നെയുള്ള ഒരാള് 13 വർഷത്തോളായി കിഡ്നി സ്റ്റോണിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്.
ഇതുവരെയും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ആയുഷ് കിഡ്നിയുടെ കാര്യം പറഞ്ഞു, 500 രൂപ വില. അപ്പൊ അവർക്ക് ഭരണം കുറിച്ചായിരുന്നു, 500 രൂപ കൊണ്ടൊക്കെയുള്ള ഒരു ഔഷധം കൊണ്ട് മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയാണ് ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. അപ്പൊ തൃശ്ശൂർ ഒരു ഡോക്ടറുണ്ട്, ഒരു വേലായുധം എന്നാണ്, അശ്വിനി ഹോസ്പിറ്റൽ ഡോക്ടർ. അപ്പൊ കല്ല് വേലായുധം എന്നാണ് ഡോക്ടറെ അറിയുന്നത് തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ മാറ്റാനായിട്ട് സാധ്യമല്ലല്ലോ, ഇത്രയും വർഷമായി, ഞാൻ റിട്ടയർഡ് ആവാറൊക്കെ ആയില്ല, ഇനിയും ഇത് വെച്ചുകൊണ്ടിരുന്ന എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞ ഒറ്റ മൂല്യം വയനാട്, അട്ടപ്പാടി, പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇദ്ദേഹം അതിനോട് മെഡിസിൻ എടുത്തിട്ട് മാറാതിരുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ഒരു സതിമേടം എന്ന് പറഞ്ഞൊരാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി വന്നത്. അങ്ങനെ കൊടുത്ത് നമ്മുടെ ആയുഷ് കിഡ്നി 6 ബോട്ടിലേ വേണ്ടി വന്നുള്ളൂ. 100% റിസൾട്ട്. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ സാറ് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ആ റിസൾട്ട്, റിസൾട്ട് ഇതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പോരാതെ വരും. അത്രമാത്രം ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്തും ഞാൻ പറയുന്ന ലാസ്റ്റ് കൊടുക്കുമ്പോൾ പലർക്കും പല KK ഹോസ്പിറ്റൽ പോലുള്ളവർക്കൊക്കെ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും റിസൾട്ട് കിട്ടാത്തവരും ഇപ്പൊ പറയും ഇതൊക്കെ ഒരു കോംബോ പാക്ക് കഴിച്ച റിസൾട്ട് ഉണ്ടാവോ? അപ്പൊ ഇത്രയും MBBS ഒക്കെ പഠിച്ചെടുത്ത ഡോക്ടർമാർക്ക് അപ്പുറം ഉള്ള മരുന്നുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും നിങ്ങളിപ്പോ നോക്കണ്ട, നിങ്ങൾക്ക് റിസൾട്ട്, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ കഴിച്ച് റിസൾട്ട് ഇല്ല എന്ന് തോന്നി നിങ്ങൾ ലാസ്റ്റ് പോയിന്റ് മാത്രം ചെയ്താൽ മതി. ഞാൻ ആദ്യം തമ്മിൽ വൺ ടൈമിൽ ഞാൻ എപ്പോഴും പറയാം, എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാം, ഒറ്റ പ്രാവശ്യം ഞാൻ ഒരാളോടൊരു കാര്യം പറയാറുള്ളൂ. അത് കഴിഞ്ഞ് അത് തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അതായത് ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ല. അതിന് നമ്മൾ ഡോക്ടർ ഡേവിസന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല. അതുപോലെയാണ് നമ്മൾ ഓരോരോ പ്രൊഡക്റ്റുകളും നമുക്ക് ഫോം ചെയ്തു വന്നിട്ടുള്ളത്. സകല തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള എല്ലാത്തിനേറെക്കുറെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും എനിക്ക് മാത്രം റിസൾട്ട് ഇല്ലാത്ത, എനിക്ക് പറയാൻ റിസൾട്ട് ഇല്ല. പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരാൾക്ക് പോലും റിസൾട്ട് ഇല്ലാത്തതായിട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും